CPIM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജയെ രംഗത്തിറക്കി പേരാവൂർ മണ്ഡലം പിടിക്കാൻ CPIM. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് മണ്ഡലത്തിൽ വീണ്ടും മത്സരിക്കുന്നതോടെ സംസ്ഥാനത്തെ ശക്തമായ പോരാട്ടങ്ങളിൽ ഒന്നിനാകും പേരാവൂർ സാക്ഷ്യം വഹിക്കുക. ചരിത്ര ഭൂരിപക്ഷത്തിൽ വിജയിച്ച മട്ടന്നൂരിൽ ഇക്കുറി KK ശൈലജയില്ല. പകരം ഒരിക്കൽ ജയിക്കുകയും ഒരിക്കൽ തോൽക്കുകയും ചെയ്ത പേരാവൂരിൽ UDF-ൽ നിന്ന് മണ്ഡലം പിടിച്ച് ചരിത്രം ആവർത്തിക്കാൻ ശൈലജയെ ഇറക്കുകയാണ് CPIM. പാർട്ടിക്ക് വലിയ സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ 2 ടൈം പൂർത്തിയായവർക്ക് ഇളവ് വേണ്ടെന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശം നടപ്പായതോടെയാണ് മട്ടന്നൂരിലെ പരിഗണനാ ലിസ്റ്റിൽ നിന്ന് ശൈലജ പുറത്തായത്. പകരം DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് സ്ഥാനാർത്ഥിയാകും. 5 തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ശൈലജ 4ലും ജയിച്ചു. 20 വർഷം MLA ആയി പ്രവർത്തിച്ചു. 1966-ലും 2016-ലും കൂത്തുപറമ്പിലും 2006-ൽ പേരാവൂരിലും 2021-ൽ മട്ടന്നൂരിലുമായിരുന്നു ശൈലജയുടെ വിജയം. 2011-ൽ പേരാവൂരിൽ ശൈലജയെ തോൽപ്പിച്ചത് സണ്ണി ജോസഫ്. പേരാവൂരിൽ ഇക്കുറി 2011-നുള്ള മറുപടി നൽകുമോ എന്നതാണ് വീണ്ടും ഇരുവരും മുഖാമുഖം വരുമ്പോഴുള്ള കൗതുകം. സ്ഥാനാർത്ഥി ആരായാലും പേരാവൂരിൽ LDF ജയം ഉറപ്പെന്ന് KK ശൈലജ. അത് പാർട്ടി സെക്രട്ടറിയേറ്റ് ചേരാനിരിക്കുകയാണ്, അന്നേരമല്ലേ നമുക്ക് പറയാൻ പറ്റും. പേരാവൂർ ആര് സ്ഥാനാർത്ഥി എന്നുള്ളതല്ല, ഇടതുപക്ഷം ജയിക്കുന്ന മണ്ഡലമാണ്. സ്ഥാനാർത്ഥി ആരാന്നുള്ളതൊക്കെ പാർട്ടി പിന്നെ തീരുമാനിക്കും. ഒരിക്കൽ ഞങ്ങൾ തമ്മിൽ സൗഹൃദ മത്സരം നടന്നിട്ടുണ്ടല്ലോ എന്നും പേരാവൂരിൽ എല്ലാം ഭദ്രമെന്നും സണ്ണി ജോസഫിന്റെ മറുപടി. LDF-ന്റെ സ്ഥാനാർത്ഥി ആരായാലും ഞങ്ങൾക്ക് അനായാസേന UDF സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ സാധിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് ഒരു പഞ്ചായത്തേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ 6 പഞ്ചായത്ത് കിട്ടി. സണ്ണി ജോസഫ് KK ശൈലജ മത്സരമാണോ? ഞങ്ങൾ തമ്മിൽ 11-ൽ മത്സരം നടന്നു. ഇന്നത്തെ മത്സരം കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരട്ടെ. നമുക്ക് അങ്ങനെ ഒരു ക്ലാസിക് പോരാട്ടം കാണാൻ കഴിയുമോ? ഞങ്ങൾ തമ്മിൽ സൗഹൃദ മത്സരം നടന്ന സ്ഥലം. തോൽക്കുന്ന സീറ്റ് കൊടുക്കുന്നത് ശൈലജയെ ഒഴിവാക്കുന്നതിന് തുല്യമെന്നും സണ്ണി ജോസഫ് അതിശക്തനാണെന്നും പ്രതിപക്ഷ നേതാവ്. KPCC പ്രസിഡന്റിനെ തോൽപ്പിക്കാനൊന്നും പറ്റില്ല. പേരാവൂർ അദ്ദേഹം ഏറ്റവും അതിശക്തനായ ഒരു ജനപ്രതിനിധിയാണ്, ജനങ്ങളുടെ ഹൃദയത്തിൽ ജീവിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തെ തോൽപ്പിക്കാൻ പറ്റില്ല. അവർക്ക് സീറ്റ് കൊടുക്കാതിരിക്കാൻ അവരെ ഒരു സീനിയർ ആളാണല്ലോ, അത് അവരുടെ പാർട്ടിയാണ് തീരുമാനിക്കുന്നത് ആർക്ക് സീറ്റ് കൊടുക്കുന്നു. ഇപ്പം ഞങ്ങളുടെ പാർട്ടിയുടെ കാര്യം CPM അല്ല തീരുമാനിക്കുന്നത്. അപ്പം ഞാൻ പറയാൻ പാടില്ല അവർക്ക് ആർക്ക് കൊടുക്കണം. പക്ഷെ മട്ടന്നൂർ പോലത്തെ ഒരു സീറ്റിൽ നിന്ന് അവരെ മാറ്റുന്നതിന് തുല്യമാണ് ഒരു തോക്കുന്ന സീറ്റ് കൊടുക്കുക എന്ന് പറയുന്നത്. മട്ടന്നൂരില്ലെങ്കിൽ മത്സരത്തിനില്ലെന്ന നിലപാട് തുടക്കത്തിൽ KK ശൈലജ സ്വീകരിച്ചിരുന്നു. ഭരണത്തിൽ വന്നാൽ കേരളത്തിലെ ആദ്യ വനിതാ മുഖ്യമന്ത്രി സാധ്യത ഉൾപ്പെടെ ശൈലജയെ കേന്ദ്രീകരിച്ച് ചർച്ചയായിരുന്നു. ശൈലജയെ മത്സരിപ്പിക്കുന്നത് സംസ്ഥാനത്താകെ ഗുണം ചെയ്യുമെന്നാണ് CPIM-ഉം വിലയിരുത്തുന്നത്. കണ്ണൂരിലെ നിയമസഭാ സീറ്റുകൾ സംബന്ധിച്ചും ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ധാരണയിലെത്തി. തളിപ്പറമ്പിൽ MV ഗോവിന്ദന് പകരം മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗവും CPIM ജില്ലാ കമ്മിറ്റി അംഗവും ഗോവിന്ദന്റെ ഭാര്യയുമായ PK ശ്യാമള മത്സരിക്കും. തലശ്ശേരിയിൽ കാരായി രാജൻ സ്ഥാനാർത്ഥിയാകും. കോഴിക്കോട് KV സുമേഷും കല്യാശ്ശേരിയിൽ M വിജിനും പയ്യന്നൂരിൽ TI മധുസൂദനനും വീണ്ടും മത്സരിക്കും. സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് സെക്രട്ടേറിയറ്റ് യോഗം അംഗീകാരം നൽകി. ന്യൂസ് മലയാളം, കണ്ണൂർ.